വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ആർക്കും തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഒരു ഹേർട്ടെങ്കിലും കമൻറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചൊവ്വരിയാണ് എടുത്തിട്ടുള്ളത്. സാഗോ സീഡ്സിലെ ഇത് അരക്കപ്പിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തത്. ഇനി ഇത് നമുക്ക് നിറച്ചും വെള്ളം ഒഴിച്ചിട്ട് ഒരു കുറച്ച് ടൈം ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും കുതിർക്കാൻ വേണ്ടി വെക്കുക. ആ ടൈമിൽ നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ കുതിർത്തി വെച്ച സാഗോ സീഡ്സിലെ അത് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ തിളപ്പിച്ചിട്ട് എടുക്കുക. നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ തിളപ്പിച്ചിട്ട് എടുക്കുക കേട്ടോ. ഈ ഒരു വൈറ്റ് കളറൊക്കെ മാറി ഒരു ഗ്ലാസ് ടൈപ്പ് ആവില്ലേ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ അത് അവിടെ നിന്ന് നന്നായിട്ട് തന്നെ വേവട്ടെ. ആ ടൈമിൽ നമുക്ക് വേറൊരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ 1 കപ്പോളം ചെറുതായിട്ട് അരിഞ്ഞ പൈനാപ്പിളാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഷുഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ഈ ഒരു എന്താ പറയുക സ്പൂൺ നിറച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര. കാരണം നിങ്ങൾ പൈനാപ്പിൾ എത്രത്തോളം മധുരവും പുളിയൊക്കെ ഉണ്ട് അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എൻ്റെ അത്ര പുളിപ്പില്ലാത്ത പൈനാപ്പിളാണ് കേട്ടോ. അങ്ങനെയുള്ളത് എടുത്താൽ അത്രയും നല്ലത്. നന്നായി പഴുത്ത പൈനാപ്പിളാണ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ സാഗോ സീഡ്സ് എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അത് തിളക്കുമ്പോഴേക്കും നമ്മുടെ സാഗോ സീഡ്സൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് നന്നായിട്ട് തന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുന്ന പോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ മാറുന്നവരെ ഒന്ന് എന്താ പറയുക കഴുകിയെടുക്കാം കേട്ടോ. ഇനി ഈ പാലിലോട്ട് ഞാൻ നേരത്തെ ചേർത്ത പോലെ ഈ ഒരു സ്പൂൺ നിറച്ച് തന്നെ 3 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ അത് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കുക. ഇനി വേറെ 1 കപ്പ് ചൂടില്ലാത്ത പാലിലോട്ട് 1.5 ടേബിൾ സ്പൂൺ നിറച്ച് കസ്റ്റേർഡ് പൗഡറും 1.5 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടായി വരുന്ന പാലിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ കൈ ഇളക്കാതെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാരണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ തീ കൂട്ടി വെച്ചിട്ട് തന്നെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിതിൽ കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, മധുരം പോരേണ്ടാവുമെന്ന് തോന്നിയപ്പോൾ. കാരണം നമ്മളിതിൽ കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം മധുരം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എത്രത്തോളം കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കസ്റ്റേർഡ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എന്താ പറയുക, ഇപ്പം ഇങ്ങനെയാണെങ്കിലും പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് വരും കേട്ടോ. നമ്മുടെ സാഗോ സീഡ്സൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇത് വേറൊരു നമ്മൾ ഏതിലാണോ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ആ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ഞാൻ ഇപ്പോൾ ഫ്രീസറിലോട്ടാണ് കേട്ടോ മാറ്റി വെക്കുന്നത്. പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏതായാലും വീഡിയോ ഒക്കെ എടുക്കല്ലേ, അപ്പോൾ പിന്നെ അല്ലെങ്കിൽ നല്ല ലേറ്റ് ആവും. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തണുത്ത് കിട്ടുമല്ലോ. ഇനി ഞാനൊരു ജെല്ലി ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ജെല്ലിൻ്റെ മിക്സ് ഈ ഒരു പാക്കറ്റിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഉണ്ടാവും കേട്ടോ. അത് നോക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 1 കപ്പ് നന്നായിട്ട് തന്നെ ചൂടുവെള്ളം ആക്കിയിട്ട് അതിൽ ഇട്ട് കൊടുക്കുക ഈ ഒരു പൊടി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ചുകൂടി നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ മധുരം കുറവായിരിക്കും. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊതുവേ ഈ ഒരു ജെല്ലിക്ക് അത്ര മധുരം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് അതിന് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ മധുരം ഉണ്ടാകുമ്പോഴല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഞാൻ കുറച്ചുകൂടി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം അതും കൂടി ഞാൻ ഫ്രീസറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അവിടെ നിന്ന് തണുക്കട്ടെ. ആ ടൈമിൽ ഇതേ നമ്മുടെ കസ്റ്റേർഡ് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ 1/2 ടിന്നോളം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുക. ഇനി ഈ ഒരു 1/2 ടിന്നോളം തന്നെ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് വെറും ഫ്രഷ് ക്രീമിലും കണ്ടൻസ് മിൽക്കിലും വേണമെങ്കിൽ ചെയ്യാം. പിന്നെ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു മിക്സ് ആക്കിയിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്കും എന്താ പറയുക ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കുന്നത്. അത് എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നത് അത്രയും ടേസ്റ്റ് ആകും. അപ്പോൾ ഞാൻ ഫ്രഷ് ക്രീം ഏകദേശം ഒരു 3/4 ടിന്നോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ആപ്പിള്, പിന്നെ നമ്മൾ നേരത്തെ പൈനാപ്പിള് ഷുഗർ സിറപ്പിൽ നന്നായിട്ട് തന്നെ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ടായിട്ടില്ലേ. പൈനാപ്പിൾ ഒരിക്കലും പച്ചയായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ, പെട്ടെന്ന് കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാരയിൽ ഒന്ന് വേവിച്ചിട്ട് എടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ എന്താ പറയുക വേവിച്ചിട്ടെടുത്ത് സാഗോ സീഡ്സ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്കസ് ചേർത്ത് കൊടുക്കുക. അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നട്ട്സ് ചേർത്ത് കൊടുക്കുക. നട്ട്സ് ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല, സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയതാണ് കേട്ടോ.
നിങ്ങൾ നോക്കിയിട്ട് നട്ട്സ് ബദാമോ പിസ്ത അണ്ടിപ്പരിപ്പ് എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ നിങ്ങളത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ കസ്കസും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ ഇവിടെ സാഗോ സീഡ്സ് നന്നായിട്ട് തന്നെ എടുത്തുകൊണ്ടാണ് പിന്നെ കസ്കസൊന്നും ചേർത്ത് കൊടുക്കാണ്ട് അതന്നെ നല്ല ടേസ്റ്റല്ലേ കഴിക്കുമ്പോൾ. ഇനി ഞാൻ ഇവിടെ ജെല്ലിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ജെല്ലി ശരിക്കും തണുത്തിട്ടില്ല കേട്ടോ. അതിന് മുന്നേ ഞാൻ എടുത്തിട്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. കുഴപ്പമൊന്നുമില്ല, അത്ര എന്താ പറയുക തണുക്കാണ്ടൊന്നും കട്ടിയാവാണ്ടൊന്നും ഇല്ല. എന്നാലും കുറച്ചുകൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കട്ടിയാവുമായിരുന്നു. പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ, പിന്നെ ടൈമില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ കുറച്ച് ജെല്ലി കുറച്ചവിടെ ബാക്കി വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ തണുപ്പിച്ച് കഴിക്കാട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ കഴിയുന്നതും തലേന്ന് തന്നെ ഇങ്ങനെ ആക്കി വെക്കുക. എന്നിട്ട് പിറ്റേന്ന് എടുക്കേണ്ടതെങ്കിൽ തലേന്ന് തന്നെ ആക്കിയിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാട്ടോ. ഫ്രീസറിൽ ഒരിക്കലും വെക്കരുത്. ഇങ്ങനെയുള്ള ഡെസേർട്ടൊന്നും ഒരിക്കലും ഫ്രീസറിൽ വെക്കരുത്, പെട്ടെന്ന് തന്നെ ഐസായി പോകും. പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കുക, നന്നായിട്ട് കവർ ചെയ്തിട്ട്. എന്നിട്ട് കഴിയുന്നതും തലേന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് കഴിക്കാൻ നോക്കുക കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്നാണ് എടുക്കുന്നത്. അപ്പോൾ രാത്രിയൊക്കെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ദേ നോക്കിയാൽ നല്ല കട്ടിയായിട്ട് വന്നില്ലേ. നമ്മുടെ ഒരു കസ്റ്റേർഡും നമ്മുടെ എന്താ പറയുക സാഗോ സീഡ്സൊക്കെ അതിലൊന്നുകൂടെ കുതിർന്നിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്ത് റെസിപ്പി നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് അത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ കാണിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വിശ്വസിച്ചിട്ട് ചെയ്യുക. നല്ല ടേസ്റ്റുള്ളൊരു ഡെസേർട്ടാണ്, ആർക്കും ഇഷ്ടമാവും ചെയ്യും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.